ഹലോ, സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ റെഡിയാക്കാനായി പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ കറിയാണ്. അത് നമ്മൾ കുക്കറിൽ 3 വിസിൽ അടിച്ചുകൊണ്ട് ഈ ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 സബോളയാണ്. 2 വലിയ സബോളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ 2 ചെറിയ തക്കാളിയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതാണ് പ്രധാനമായും ഇതിൽ സ്പെഷ്യലായി ചേർക്കാനുള്ള കൂട്ട്. ഇത് 2 ടീസ്പൂൺ കുരുമുളകും 4 ഇല്ലി വേപ്പിലയും 1 കുടം ചെറിയ വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്ത മിക്സാണ്. ഈ മിക്സാണ് ഇതിൽ നമ്മൾ പ്രധാനമായും ചേർക്കുന്ന സ്പെഷ്യൽ കൂട്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1.5 കയ്യിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് വിസിലടിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി സബോള ഇട്ട് കൊടുക്കാം. സബോള വേഗം ഒന്ന് വഴറ്റി റെഡിയാകാൻ വേണ്ടി ഒരു തരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു. ഇനി ഇതാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്. സ്പെഷ്യൽ കൂട്ടായ കുരുമുളകും നല്ല ജീരകവും വേപ്പിലയും കൂടി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു ചെറിയ ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കണം. ഈ കറിക്ക് പൊതുവേ ചുവന്ന കളർ കുറവായിരിക്കും. ഒരു മഞ്ഞ കളറിലാവും ഇത് കാണുക. കാരണം ഇതിനധികം മുളകും പൊടി ഇടാത്തത് കൊണ്ട്. പിന്നെ ഇതൊരു മട്ടൻ കറിയുടെ ടേസ്റ്റിലായിരിക്കും നമുക്ക് തോന്നുക. ഇനി നമുക്ക് കുക്കർ ഓഫാക്കാം. ഇനി വിസിൽ പോയതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഒന്ന് ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് താളിക്കണം. ഇനി നമുക്കിതൊന്ന് തൂമിക്കണം. അതിനായി ഞാൻ 3 ഇല്ലി വേപ്പില ഇട്ടിട്ടുണ്ട്. വേപ്പില കുറേ വീട്ടിലുള്ള കാരണം കൊണ്ട് വീട്ടിലെ വേപ്പിൻ്റെ ഇല്ല, അപ്പോൾ അത് കൂടുതൽ ഇടുന്നതാണ് കേട്ടോ. ഇല്ലാത്തവർ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ ഒത്തിരി കൂടുതൽ ഇടുന്നത് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആവി കയ്യുമ്മേൽക്ക് വരും കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഒഴിച്ച് കൊടുത്താലും മതി.
ഇനി കറി ഒന്ന് വറ്റാനുണ്ട്. ഇപ്പോൾ കറിയൊക്കെ വറ്റി ഒക്കെ ഒന്ന് ശരിയായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. ബായ്.